ചലച്ചിത്രമേളയിൽ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടിയുടെ അഭാവവും ചർച്ചയാവുകയാണ്. വിവാദങ്ങൾ അവസാനിക്കുമ്പോൾ ചെയർപേഴ്സണ് വലിയ പിന്തുണയാണ് അക്കാദമി നൽകുന്നത്. തിരക്കുകൾ മാറ്റിവെക്കാമെന്ന വിമർശനമുണ്ടെങ്കിലും അസാന്നിധ്യത്തിലും റസൂൽ പൂക്കുട്ടി കർമ്മനിരതനാണെന്ന് ചലച്ചിത്ര അക്കാദമി ഭാരവാഹികൾ പറഞ്ഞു. വിവാദങ്ങൾ തുടരുമ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടിയുടെ അഭാവത്തെ വിമർശിച്ചത് സംവിധായകൻ ഡോക്ടർ ബിജുവാണ്. തുടർന്ന് ഇത്രയധികം തിരക്കുള്ളയാൾക്ക് ചെയർപേഴ്സൺ സ്ഥാനം നൽകണമായിരുന്നോ എന്ന ചോദ്യവും ഉയർന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇത് ചെറിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഈ അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചാർജ് എടുത്തിട്ട് ഫുൾ ടൈം ഇതിന്റെ കൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെയർമാൻ ഒരു ഡിസിഷൻ ഫാക്ടറാണ്, യാതൊരു സംശയമില്ല. കാരണം ചെയർമാനാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ. അപ്പോൾ ഫെസ്റ്റിവൽ ഡയറക്ടറുടെ അനുമതി ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞ ഒരു സിനിമ കാണിക്കാതിരിക്കാനും പാടില്ല. ഒരിക്കലും ഒരു ഫെസ്റ്റിവലിന് പോലും ചെയർമാന്റെ സാന്നിധ്യം ഇല്ലാതെ ഇതുവരെ ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടന്നിട്ടില്ല. അടൂർ സാറുണ്ടായപ്പോഴും ഷായി സാറുണ്ടായപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. വിലക്ക് വകവയ്ക്കാതെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാമെന്ന സർക്കാർ തീരുമാനം വന്നതോടെ ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടിക്ക് പിന്തുണയുമായി ചലച്ചിത്ര അക്കാദമി ഭാരവാഹികളെത്തി. ഈ ചെയർമാൻ ആയതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായതും അതുകൊണ്ടാണ്. അദ്ദേഹം എവറി സെക്കൻഡ് വിത്ത് അസ്. അദ്ദേഹമാണ് പകുതിയിലേറെ സിനിമയ്ക്കുള്ള പെർമിഷൻ നേടിത്തന്നതും. മേളയുടെ സമാപന സമ്മേളനത്തിന് റസൂൽ പൂക്കുട്ടി എത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. എന്നാൽ അക്കാദമിയുടെ പ്രധാന ദൌത്യങ്ങളിലൊന്നായ മേളയുടെ സംഘാടന സമയത്ത് മറ്റു തിരക്കുകളിലുള്ള ഒരാളെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിച്ചതിൽ ഇപ്പോഴും വിമർശനമുണ്ട്. വിവാദങ്ങൾ കെട്ടടങ്ങിയെങ്കിലും റസൂൽ പൂക്കുട്ടിയുടെ അഭാവം ആദ്യഘട്ടം മുതൽ പല ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.